ഈ മണാലി ടൂർ പോയത് എല്ലാവരും നമ്മളൊക്കെ ആസ്വദിച്ചതാണ്, ഉമ്മേൻ്റെ റീൽ കണ്ട് ആസ്വദിച്ചതാണ്. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? അങ്ങനെ ടൂർ പോയി ഒരു വീഡിയോ എടുക്കുന്നു, അതിൽ എന്തെങ്കിലും തെറ്റുള്ളതായിട്ട് ഒരു വനിതാ നേതാവ് ആണല്ലോ വനിതാ ലീഗിൻ്റെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, ടൂറ് പോകുന്നതും പോകാത്തതും ഒക്കെ തന്നെ ഓരോരോ വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ്. ടൂറ് പോകാമെന്ന് പറയുന്നത് അവരുടെ മക്കൾ. നമ്മൾ ആലോചിക്കേണ്ട, ആ നഫീസുമ്മ 25 വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരിച്ച് 3 പെൺമക്കൾ, ആലോചിച്ച് നോക്കിയിട്ട് 3 പെൺമക്കളെ വളർത്തി വലുതാക്കി അവർക്ക് വിദ്യാഭ്യാസം നൽകി അവരെ വിവാഹം ചെയ്ത് കൊടുത്തു. അപ്പോഴൊക്കെ അവരെടുത്ത സ്ട്രെയിൻ, മാനസികമായ മെൻ്റൽ സ്ട്രെയിൻ ആൻഡ് എല്ലാ രീതിയിലും ഫിനാൻഷ്യൽ സ്ട്രെയിൻ ഉണ്ടായിട്ടുണ്ടാവും, ഫിസിക്കൽ അവരെ വളർത്തി വലുതാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളുണ്ടാവും. പക്ഷെ അതൊന്നും ആരും പരിഗണിക്കുന്നില്ല. പക്ഷേ അവരെ മക്കൾ കൊണ്ടുപോയി, ആൺകുട്ടികളില്ല പെൺകുട്ടികൾ കൊണ്ടുപോയി, അവർ കണ്ടു, അവർ ലോകം കാണുന്നു, അള്ളാഹു സൃഷ്ടിച്ച ലോകം എല്ലാവരും കാണണമെന്ന് അവർ പറയുന്നു. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഇസ്ലാമിൽ എന്താണോ ഒരു സ്ത്രീക്ക് നൽകിയ സ്വാതന്ത്ര്യം അത് സ്ത്രീക്ക് ലഭിച്ചേ മതിയാവും. ഇപ്പം മതപണ്ഡിതർ പറഞ്ഞാണ് വിവാദമായത്. ഇപ്പോൾ കാന്തൂർ ഉസ്താദും പറഞ്ഞത് സഹോദരനോ ഭർത്താവോ അല്ലെങ്കിൽ പിതാവോ കൂടുതൽ ഉണ്ടാകണം എന്നൊക്കെയാണ് പറഞ്ഞത്. മറ്റൊരു മതപണ്ഡിതൻ ആദ്യം പറഞ്ഞത് 25 വർഷം മുമ്പ് ഭർത്താവ് മരിച്ചാണ്, ഏതെങ്കിലും മൂലയ്ക്ക് ഇരിക്കേണ്ട ഒരു സ്ത്രീയാണ്, അവരാണ് ഇങ്ങനെ ടൂർ പോയി ഉല്ലസിച്ച് നടക്കുന്നതെന്ന് പറഞ്ഞത്. അല്ല, മതപണ്ഡിതന്മാർ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു, അത് അവർക്കും വിട്ടുകൊടുക്കണം, അത് അവരുടെ സ്വാതന്ത്ര്യമായിരിക്കാം. ഞങ്ങളുടെ അഭിപ്രായം പറയുന്നു. പക്ഷേ ഞങ്ങളാണെങ്കിലും ആരാണെങ്കിലും ഒരു ഇസ്ലാമിക സ്ത്രീ, അവൾക്ക് ഇസ്ലാം നൽകിയ സ്വാതന്ത്ര്യങ്ങളൊന്നും തന്നെ ആരും എടുത്തു കളയാൻ പാടില്ല.